ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചക്കയാണ് ഇത്. നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിന് മുമ്പ് ഒരിക്കൽ ഞാൻ ചെയ്തിട്ട് ഇത് വിജയിച്ചില്ല. അതായത് ഈ സിപ്ലോക്ക് കവറിൽ നമ്മൾ ഇത് സൂക്ഷിക്കണം. അതുപോലെ സിപ്ലോക്ക് കവറിൽ സൂക്ഷിക്കുന്നതിനല്ല, ഇത് എയർ ഉള്ളിലുള്ള എയർ മുഴുവൻ കളഞ്ഞിട്ട് എയർ ടൈറ്റ് ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. എന്നാലേ ഇത് കേടാകാതെ ഇരിക്കുകയുള്ളൂ. ഇത് കേടാകാതെ 1 കൊല്ലം വരെ ഇരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് അതുപോലെ ഫുള്ളായിട്ട് എടുക്കരുത് കേട്ടോ. ഇത് നമ്മളൊരു പകുതി ഭാഗം അല്ലെങ്കിൽ ഇത്തിരി കൂടെ ഭാഗം നിറയ്ക്കാവുള്ളൂ. ഫുള്ളായിട്ട് നിറയ്ക്കരുത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ എയർ എല്ലാം ഒന്ന് കളയണം. എയർ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ വെറുതെ കൈ കൊണ്ട് കാണിച്ചാൽ അതിങ്ങനെ ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളറിയാമല്ലോ നമ്മളിങ്ങനെ ലോക്ക് ചെയ്യാറുള്ളതാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കൈ കൊണ്ട് അമർത്തി അതിൻ്റെ എയർ പുറത്തേക്ക് കളയണം. കൈ കൊണ്ട് അമർത്തിയാലും കംപ്ലീറ്റ് പോവില്ല. പിന്നെ എന്താ പറയുക, ഒരു സെല്ലോ അല്ല ഒരു പെന്നില്ലേ, ഈ പെന്നിൻ്റെ അതിൻ്റെ ഇതൊക്കെ ഈ റീഫിലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു കുഴൽ പോലെ ഒരു കുഴലെടുത്താൽ മതി കേട്ടോ. എടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിന് ഇതുകൊണ്ട് എടുക്കാമല്ലോ. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഈ ഏറ്റവും സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മളത് എയർ കളയണം. പിന്നെ നമ്മൾ ബാക്കിയുള്ള എയർ നമ്മളിങ്ങനെ വായോടെ വലിച്ചെടുക്കണം. ഉണ്ടോ? ഇപ്പം ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ ഫുള്ളായിട്ട് എയർ അതിൽ നിന്ന് പോകുള്ളൂ. എന്നാലേ നമ്മൾ എടുത്തു വയ്ക്കുന്ന ഈ സംഭവം നല്ല എന്താ പറയുക, നല്ല വൃത്തിയായിട്ട് ഒരു കേടും വരാതെ ഇരിക്കുകയുള്ളൂ. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകരുത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഉടനെ അത് വേവിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്നിട്ട് ഫ്രീസറിൽ അങ്ങോട്ട് സൂക്ഷിച്ചാൽ മതി. വെറുതെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ചക്ക വേഗം അതിൻ്റെ ഒരു കയ്പ്പുരസമൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ പുറം നാട്ടിലുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ വരുമ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് വെറുതെ വേസ്റ്റ് ആകാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഈ പ്ലാവിൽ നിന്ന് 2 ചക്ക ഇടുന്നുണ്ട്. വളരെ പൊക്കത്തിലാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് അറിയാമല്ലോ, അത് ഇടുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ അതെല്ലാം ചക്കയെല്ലാം പൊളിച്ചെടുത്ത് മുഴുവൻ നിങ്ങളെ കാണിക്കുന്നില്ല, വെട്ടുന്നൊന്നും. അതൊക്കെ നമുക്ക് അറിയാമല്ലോ. എല്ലാം കളഞ്ഞ് ഒരുക്കി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ കളറുള്ള ചക്കയല്ല. ഇത് അതുപോലെ തന്നെ മൂപ്പും പുഴുങ്ങാനുള്ള മൂപ്പേ ആയിട്ടുള്ളൂ കേട്ടോ. പഴുക്കാനുള്ള മൂപ്പ് ഇതിനായിട്ടില്ല. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്ന തീരെ പൊടിയായിട്ട് അരിയണ്ട. നമ്മളേതായാലും ചക്ക പുഴുങ്ങുമ്പോൾ എന്താണ് കുഴച്ചാണ് കുക്കറിലൊക്കെയല്ലേ പുഴുങ്ങാറ്. അപ്പോൾ ഒത്തിരി വലുതായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ വറുക്കാനൊക്കെ അരിയില്ലേ, അതുപോലെ അരിഞ്ഞാൽ മതി. അപ്പോൾ അതെ ചക്ക എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് 3 തരത്തിൽ ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് കാണിക്കാൻ പോകുന്ന. 3 തരത്തിൽ. ഒന്ന് ആവിക്ക് വെച്ചിട്ട്, പിന്നെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട്, പിന്നെ വെറുതെ പച്ചയ്ക്ക്. അങ്ങനെ 3 തരത്തിൽ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ ചക്ക കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ നിറയെ ഇടരുത്, കാരണം ഇടയ്ക്കൊന്ന് നമ്മൾ ജസ്റ്റ് എൻ്റെ മുകളിൽ ആവിയെല്ലാം ഒന്ന് എടുത്ത് വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗം ഇട്ടിട്ട് നമുക്ക് ഇത് അടപ്പടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒത്തിരി നേരം വേവിക്കണ്ട കേട്ടോ. 2 മിനിറ്റൊക്കെ മതി. 2 മിനിറ്റ് ഒത്തിരി വെന്ത് പോകരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ ഒന്ന് പ്രസ്സാവണം, അത്രയും മതി. അപ്പോൾ ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഭാവം ഒന്ന് അടിയിലേക്ക് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്കത് എടുത്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. ചൂടാറുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നിരത്തി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. വെള്ളം ഇരുന്നാൽ നമ്മുടെ ഈ പരിപാടി വിജയിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇതിനെ ഒരു കുറച്ച് വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കാനായിട്ട് കുറച്ച് അങ്ങനെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതുപോലെ ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ കോരി പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് അതുപോലെ തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഫാൻ വെച്ചിട്ട്, വെയിലത്ത് വയ്ക്കരുത്, ഫാൻ വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ 2 മിനിറ്റിന് ശേഷം കോരി എടുക്കുന്നുണ്ട് കണ്ടോ. ചെറിയ ഒരു വേവേ ആകാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, അരപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഇത് റെഡിയാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഏത് സമയത്ത് വേണം നമുക്ക് അവിയലുണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഇത് എടുക്കാൻ പറ്റും. അതൊക്കെ കോരി എടുത്തിട്ടുണ്ട്.
അതവിടെ മാറിയിരിക്കട്ടെ. ഇതാ നോക്കി നമ്മൾ ഞാൻ ഫാനൊക്കെ ഇട്ടിട്ട് പാത്രത്തിൽ നല്ല തോർത്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പം അതിൻ്റെ വെള്ളം, അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് വലിയ ഒരു നല്ല വട്ടമുള്ള പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫാനിട്ട് ഉണക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നുള്ള ഒന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാ ചക്കയും ഇതുപോലെ ഒന്ന് ഉണക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പച്ചക്കെടുത്തുള്ള ചക്കയാണ് ഈ സിപ്ലോ കവറിൽ വെക്കാൻ പോകുന്നത്. ഇതൊന്നും ചെയ്തിട്ടില്ല, വെറും പച്ചയാണ്. ഇത് അധികം എന്നാലും 6 മാസം ഇരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ 6 മാസമൊന്നും വെച്ചിട്ടില്ല കേട്ടോ, 1-2 മാസമൊക്കെ ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കോരി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുള്ളായി എന്ന് അറിയാം. അപ്പോൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും നമുക്ക് നല്ലതുപോലെ, ഞാൻ ഫുള്ളാക്കുന്നില്ല, എയർ ടൈറ്റ്. ഇത് ചെറിയ കവറാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഒത്തിരി വലിയ കവറിൽ വയ്ക്കരുത്. ഒരു തവണ എടുക്കാൻ ഉള്ള ആ പരുവത്തിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതും അതുപോലെ നമുക്ക് എയറൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ 3 തരത്തിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലെ ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മുടെ കുട്ടികളൊക്കെ വെളിയിലുണ്ടെങ്കിൽ അവരൊക്കെ വരുമ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കായാലും ഇഷ്ടമുള്ളപ്പോഴൊക്കെ ചക്ക എടുത്ത് പുഴുകുകയും ചെയ്യാം. എല്ലാം കൂടെ ഒരു 5 പാക്കറ്റോളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനത് എടുത്തിട്ട് പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങളെന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ചക്ക ഒരുക്കി അന്നേരം പുഴുങ്ങില്ലേ, അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവും. ഫ്രീസറിൽ തന്നെ വെക്കുക. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പുഴുങ്ങിയ ചക്കയാണ്. കണ്ടോ, സൂപ്പറല്ലേ? അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ ചക്കയെ കൂടുതലുള്ളവരൊക്കെ ഇതുപോലെ ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.